ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരിസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൻ. അപ്പോൾ കൂർഗിലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇന്നലെ രാത്രിയത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മളിവിടെ ഹോം സ്റ്റേ ആണല്ലോ, അപ്പോൾ അവിടെ വന്നിട്ട് കഴിച്ചതാണ്. അപ്പം കോടയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ. ചെറുതായിട്ട് തുമ്മലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മുകളിലായിരുന്നു കേട്ടോ ഉള്ളത്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ആക്ച്വലി ഞാനൊരു മോർണിംഗ് പേഴ്സണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീറ്റിട്ട് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ എനിക്ക് പുറത്ത് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടെ മഞ്ഞെല്ലാം കൂടി വരുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട് ഇവിടെ. അങ്ങനെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും തോന്നുന്നല്ല. നമ്മൾ താമസിച്ചത് ഹൈറ്റ്സ് ഫാം സ്റ്റേ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് മടിക്കേരിയാണ് വരുന്നത് കൂർഗിന്ന്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് ഹോം സ്റ്റേയുടെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. ഫസ്റ്റ് ഉണ്ട് വലിയൊരു ഹാളാണ്. അവിടെ സൈഡിലായിട്ട് ഡൈനിങ് ഏരിയ ഉണ്ട്, ഇവിടെ സിറ്റിങ്. അതിൻ്റെ ഉള്ളിൽ നല്ല തീ കത്തിക്കും കേട്ടോ, നല്ല തണുപ്പൊക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നല്ല ഈ റൂം ഫുള്ളായിട്ടും ചൂടുണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഋചേട്ടനും മോളൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെയുള്ള ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഗ്ലാസ് ചായ വേണം. അപ്പോൾ ചേച്ചി കൊണ്ടു തന്നു. നല്ല ചായയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ് കൊത്തി ചായയിൽ മുക്കി ഇങ്ങനെ കഴിക്കാമെന്ന് അറിയുന്നത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ് എനിക്ക്. അപ്പോൾ ബാക്കി എല്ലാവരെയും മുട്ടി വിളിച്ച് എണീറ്റ് നമ്മൾ പിന്നെ ആ ഫാം സ്റ്റേയിൽ കൂടെ കുറേ നടന്നു കേട്ടോ. നടന്നു പോകുന്ന സമയത്ത് ഒരു സൈഡിൽ നിറച്ചും കടലാസ് പൂക്കളാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. പല കളറാണ്, എല്ലാം ഒരേപോലത്തെ കളറൊന്നും അല്ല, പല സൈസാണ്. ചിലതിങ്ങനെ ഉരുണ്ട് കിടക്കുന്നുണ്ട്, ചിലതൊക്കെ നീളത്തിലുള്ളതാണ്. ഈ വയലറ്റൊക്കെ ഒരു നീളം കൂടിയ ടൈപ്പാണ് കേട്ടോ. വളരെ മനോഹരമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് അങ്ങനെ നടന്നു. ഇവർക്ക് ഇവിടെ ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗത്തൂടെ ഞങ്ങളൊന്ന് നടന്നായിരുന്നു രാവിലെ. ആ ബോഗൻവില്ലയൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. അതിനുശേഷം കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. പിന്നെ എന്താ മാതള നാരങ്ങ കണ്ടിട്ടുണ്ട്, പപ്പായ കണ്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കണ്ടു. അപ്പോൾ കുറച്ച് കടലാസ് പൂക്കൾ കൊമ്പ് ഞങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതോടെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഫസ്റ്റ് മക്കളെയൊക്കെ ഒന്ന് റെഡിയാക്കി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. നമുക്ക് നല്ല സാമ്പാർ, ചട്നി, പനിയാരം, ദോശ ഇതൊക്കെ അവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മളത് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് നിസർഗധാമ റിസർവിലേക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ മടിക്കേരി ആയിരുന്നു താമസിച്ചത്. അവിടുന്ന് ഒരു 34 കിലോമീറ്ററാണ് ദൂരം കാണിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഫസ്റ്റ് എൻ്റെ ഒരു തൂക്കുപാലം പോലെയാണ് കേട്ടോ ഉള്ളത്. ആ തൂക്കുപാലത്തിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സൈഡിലുള്ളത് കാവേരിപ്പുഴയാണ്. ഇതിൻ്റെ താഴത്ത് കണ്ടില്ലേ മരത്തിൽ നല്ല പെയിൻറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു മനുഷ്യൻ്റെ രൂപമാണെങ്കിൽ കുറേ കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഒരു നല്ലൊരു കടുവേനെ പോലെയുള്ള അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വേറൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഒരു 8ഓളം കുമാരന്മാർ സഞ്ചാരികളെ ആകർഷിപ്പിക്കും വിധത്തിൽ സ്റ്റേജിൽ കയറി നിന്ന് കോല കൊണ്ട് അവരുടെ നാട്ടിലെ ഒരു നല്ല കലാരൂപം അവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അടുത്തെത്തിയപ്പോഴാണ് നമുക്കത് ഒരു സ്റ്റാച്ചു ആയിട്ട് തോന്നുന്നത്. പിന്നെയും കുറേ മുളങ്കാടുകൾ തന്നെയായിരുന്നു. മുളങ്കാടിനുള്ളിലൂടെ പോകുന്ന സമയത്ത് ഇപ്പുറത്ത് കുറേ തരുണീമണികൾ, ഒരു 8ഓളം പോകുന്ന തരുണീമണികൾ തന്നെയാണ് ഉള്ളത്. അവർ എന്തോ ഡാൻസ് ചെയ്യുവാണ് കേട്ടോ. അവരുടെ ആ സാരി ഉടുക്കലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണുള്ളത് നമ്മളെ നാടിനേക്കാളും. നടത്തം അവസാനിപ്പിക്കാൻ സമയമായില്ല. മുളങ്കാടിനുള്ളിൽ വീണ്ടും നടത്തം തന്നെ. ഒരു 10ഓളം ചെറുപ്പക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ നൃത്തം വയ്ക്കാനായിട്ട്. കോലുകൾ പിടിച്ചുള്ള അവരുടെ നൃത്തം കാണാൻ അതിമനോഹരമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബേർഡ്സ് പാർക്കിലേക്കാണ്. അവിടെ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. നമുക്കതിനെയൊക്കെ എടുത്തിട്ട് കയ്യിലൊക്കെ വെച്ചിട്ടും നമ്മളുടെ ഷോൾഡറിലൊക്കെ വന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരുപാട് കിളികളുണ്ടായിരുന്നു കേട്ടോ. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഇപ്പോൾ ഉണ്ട് കേട്ടോ, മുന്നേ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്.
പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കിളികളുണ്ട്, അതിനെ നമുക്ക് കയ്യിൽ വരുത്താം. കുറച്ച് സൂര്യകാന്തി വിത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു അവർ. അത് കയ്യിൽ വെച്ചിട്ട് കിളികൾക്ക് വേണ്ടി പൊക്കി പിടിച്ചു കൊടുത്താൽ അവരിതേ കയ്യിൽ വന്ന് കൊത്തി തിന്നോളൂ കേട്ടോ. പിന്നെ അവിടെയുള്ള നാട്ടുംപുറം, അതാണ് അവിടെ വെച്ചിട്ടുള്ള ആ ഒരു ചിത്രീകരണം. അതിനൊക്കെ ശേഷം നമുക്ക് നല്ല വിശപ്പായിരുന്നു. നമ്മൾ നേരെ ഒരു ടിബറ്റൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുള്ളത്. ആദ്യം തന്നെ നല്ലൊരു ഹോട്ട് ആൻഡ് സൂർ ചിക്കൻ സൂപ്പാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല യമ്മി ആയിരുന്നു, സാധാരണ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പറഞ്ഞിട്ടുള്ളത് നല്ല ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു ബട്ടർ ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ലെവലാണ് കേട്ടോ. ടേസ്റ്റും മസാലയും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. എല്ലാം കഴിച്ചു കഴിഞ്ഞ സമയത്ത് ഒരു നല്ല പൈനാപ്പിൾ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും കൂടെ ഞങ്ങൾ കുടിച്ചു. അത് പുറത്തിരുന്നിട്ടാണ് കേട്ടോ കുടിച്ചത്. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഒന്ന് തടവിയതിന് ശേഷം നമ്മളെന്തേ യാത്ര തിരിക്കുകയാണ്. വീട്ടിലേക്കാണ് വരുന്നത്. അതിന് മുന്നേ ഒന്ന് നാഗർഹോൾ ടൈഗർ റിസർവിലേക്ക് ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെച്ച് പിടിച്ചാൽ തന്നെ നമുക്കൊരു 5 മണിയാകുമ്പോഴത്തേക്ക് അവിടെ നാഗർഹോൾ റിസർവിൻ്റെ എൻട്രൻസിൽ എത്താൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ നാടിൻ്റെ ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നേയില്ല. അപ്പോൾ ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. സമയം 5:30 ആയപ്പോഴേക്കാണ് ഞങ്ങളിതേ ടൈഗർ റിസർവിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ട്രക്കിങ്ങിന് ഒന്നും തന്നെ കയറാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ കുറേ നേരത്തെ എത്തിയാൽ മാത്രമേ നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് കൂടെ തന്നെ ഉള്ളൂ കേട്ടോ. ഈ കുറേ കാട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ മാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ച് സാവധാനത്തിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചങ്ങനെ കാണാൻ വേണ്ടി കഴിഞ്ഞു. സായം സന്ധ്യ കഴിയും മുന്നേ കാടിൻ്റെ അതിർത്തി കടക്കാൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സന്തോഷം, സമാധാനം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതിനുശേഷം നമ്മൾ വളരെ വേഗത്തിൽ തന്നെ നാട്ടിലേക്ക് എത്താനായി കേട്ടോ. രാത്രി ഭക്ഷണം ലഘുഭക്ഷണമായിക്കോട്ടെ എന്ന് എല്ലാവർക്കും തോന്നിയപ്പോഴും മേശപ്പുറം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ആരും ഓർത്തില്ല. പക്ഷെങ്കിൽ ഓരോ ഭക്ഷണവും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അങ്ങനെ ഭക്ഷണവും കഴിച്ചു. ശുഭരാത്രി പറയുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.
കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലീസും ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.